അവൻ ഋഷിനെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യങ്ങൾ അവഗണിച്ച് ഋഷൻ ലാവണ്യെ തിരിഞ്ഞു നോക്കി. മാം, ഞാൻ പറയുന്നത് നിങ്ങളെങ്കിലും വിശ്വസിക്കണം. ഈ ടാബ്ലറ്റ് തിരിച്ച് കിരണിന്റെ പക്കൽ കൊടുക്കണം. ഞാൻ അവനെ കുറ്റപ്പെടുത്തിയതല്ല. അവനെയും അവന്റെ അച്ഛനെയും ആരോ ചതിച്ചതാണ്. ഇനി അതല്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗുളികൾ കഴിക്കാം. ഋഷിൻ മുമ്പ് AP ടാബ്ലറ്റ് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് സ്വയം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഇവിടെ തുറന്നു പറയാനാകില്ലെന്നതിനാൽ കിരണുമായുള്ള തർക്കം ഋഷിൻ ഒഴിവാക്കുകയാണ്. മാത്രമല്ല, കിരൺ പറയുന്നത് സത്യമാണെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അച്ഛന്റെ സുഹൃത്താണ് അവരെ ചതിക്കുന്നത് എന്ന് മനസ്സിലായി. നിലവിൽ ഋഷിൻ അവരുടെ മുന്നിൽ ശരിക്കുള്ള AP ടാബ്ലറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലാവണ്യയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കാമെന്നെങ്കിലും അവൻ കരുതി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലാവണ്യ ഈ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിൽ ട്രെയിൻ ചെയ്തതുകൊണ്ട് ലാവണ്യയ്ക്ക് ഈ ടാബ്ലറ്റിൽ വലിയ താല്പര്യമുണ്ടാകില്ലെന്നാണ് ഋഷൻ കരുതിയത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ഈ മേഖലയിലാണെങ്കിലും ഒരു ടാബ്ലറ്റ് എന്നത് ഒരുപാട് പണം മുടക്കേണ്ട കാര്യമായതിനാൽ അവർക്കത് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ അവരുടെ കഴിവുകളും ബുദ്ധിയും മെച്ചപ്പെടുമോ എന്ന് അവർക്കറിയണമായിരുന്നു. അവർ ഋഷിനെ തിരിഞ്ഞു നോക്കി. ഋഷിൻ നിർവികാരമായ കണ്ണുകളോടെ ലാവണ്യയെ നോക്കി. എന്താ, നീ പറഞ്ഞൊന്നും മാഡം കേട്ടിട്ടില്ലേ? നീ അവരെക്കാൾ മിടുക്കനോ എക്സ്പീരിയൻസ് ഉള്ളവനോ ഒന്നും അല്ലല്ലോ, അല്ലേ? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങൾ ഏതോ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ എന്തൊക്കെയോ ചെയ്യുന്നു. തൽക്കാലം ഒന്ന് മിണ്ടാതെ ഒരു ഭാഗത്ത് മാറിയിരിക്കാമോ? ചുമ്മാ ഓരോ സീൻ ക്രിയേറ്റ് ചെയ്യാൻ. കിരണിന്റെ ആളുകളിൽ ഒരാൾ ഋഷിനെ പരസ്യമായി പരിഹസിച്ചു. ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ വന്നത് എൻജോയ് ചെയ്യാനാണ്. ഋഷിൻ, നീ ഇത് നശിപ്പിക്കരുത് പ്ലീസ്, മറ്റൊരാൾ പറഞ്ഞു. അതുകൂടി ആയപ്പോൾ ഋഷിൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ചിലർക്ക് അവരെന്താണ് പറയുന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ എല്ലാം അറിയുന്ന ഭാവത്തിൽ നടക്കുകയും ചെയ്യും. ഋഷിനെ കുത്തിക്കൊണ്ട് കിരൺ പറഞ്ഞു. എന്നിട്ട് തിരികെ ലാവണ്യെ നോക്കി പറഞ്ഞു. മാഡം, എന്തിനാ ഇപ്പോഴും ടാബ്ലറ്റ് കഴിക്കാതിരിക്കുന്നത്? ആ ഋഷിനോട് എന്നോട് അസൂയാണ്. അതാ അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. മാഡം അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ആ ടാബ്ലറ്റ് കഴിച്ചോളൂ. ലാവണ്യ അത് സമ്മതിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ ഗുളിക വിഴുങ്ങി. ഇനിയും ആരെങ്കിലും അത് തടയുമോ എന്നൊരു ഭയം ഉള്ളതുപോലെയായിരുന്നു ആ പ്രവൃത്തി. ഇത് കണ്ട ഋഷിന് നെടുവീർപ്പിടാനേ കഴിഞ്ഞുള്ളൂ. അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബോറടിച്ച് അവൻ നേരെ റെസ്റ്റ് റൂമിലേക്ക് പോയി. ഇവരൊക്കെ എന്താ ഇങ്ങനെ? എന്താ എന്റെ ഉപദേശം ആരും കേൾക്കാത്തത്? ശരിക്കും എനിക്കിവിടെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ 3 ജോക്കേഴ്സ് എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇനിയും ഇത് സഹിക്കാൻ വയ്യ. എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. മുഖം കഴുകി കഴിഞ്ഞ ശേഷം അവൻ ചിന്തിച്ചു. അവൻ തിരികെ VIP റൂമിലേക്ക് നടന്നു. അങ്ങോട്ടുള്ള വഴിയിൽ കിരൺ അവന്റെ 2 കൂട്ടുകാരുമായി എന്തോ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരുന്നതായി കണ്ടു. ആരും കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ അവർ തമ്മിൽ എന്തോ ചർച്ച ചെയ്യുകയാണ്. ഋഷിൻ കൗതുകത്താൽ മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. കിരൺ, നീ ശരിക്കും ഒരു സംഭവമാണ്. ലാവണ്യ മേഡത്തെ നിർബന്ധിച്ച് ആ ടാബ്ലറ്റ് നീ കഴിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ആ ഋഷിന് നിന്നോട് ശരിക്കും അസൂയാണെന്നാ. അവന്റെ സുഹൃത്ത് അക്ഷയ് പറഞ്ഞപ്പോൾ കിരണിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ആശങ്ക നിറഞ്ഞു. എന്ത് പറ്റി കിരൺ? എന്തിനാ നീ ഇനിയും ടെൻഷനാവുന്നത്? ജ്വാല അവന്റെ മുഖം മാറിയത് കണ്ട് ചോദിച്ചു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നു ബില്ല് എമൗണ്ട് മുഴുവൻ ഞാൻ കൊടുക്കാമെന്ന്. ഞാൻ മനസ്സിലൊരു ലിമിറ്റ് കണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നും ഇവിടെ എല്ലാത്തിനും ഞാൻ വിചാരിച്ചതിലും വില കൂടുതലാണ്. അത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റുമോന്ന് അറിയില്ല, അവൻ ആശങ്കയോടെ പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്തു ചെയ്യും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും അസുഖം വന്നതുപോലെ ആക്ട് ചെയ്യേ. വല്ല വയറുവേദനയോ തലചുറ്റലോ പോലെ. അപ്പോൾ ഞങ്ങൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോലെ പുറത്തേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ക്ലാസ്സിൽ ധാരാളം പണക്കാരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ കൊടുത്തോളും പണം, അക്ഷയ് പറഞ്ഞു. അത് കേട്ട് കിരൺ മുഖം ചൊളിച്ചു. പക്ഷേ അതെങ്ങനെ ശരിയാവും? നാളെയാണ് ഇലക്ഷൻ. ഇന്നിങ്ങനെയൊക്കെ നടന്നാൽ നാളെ ഞാൻ എങ്ങനെ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ മുഖത്ത് നോക്കും? അവൻ ചോദിച്ചു. നീ അതൊന്നും ഓർത്ത് കൂടുതൽ വിഷമിക്കണ്ട. പൂജയുണ്ടല്ലോ, അവൾക്ക് ഈ എമൗണ്ട് ഒന്നും അത്ര വലിയ കാര്യമല്ല. നേരത്തെ നമ്മളെ സഹായിക്കാൻ വന്നതുപോലെ ഈ ബില്ല് എമൗണ്ട് കൊടുക്കാൻ അവൾ വരും. മുഴുവനൊന്നും വേണ്ട, നിന്റെ കയ്യിലുള്ളത് കൊടുക്കണം. ബാക്കി അവൾ കൊടുത്തോട്ടെ. അപ്പോൾ അവൾക്കും എല്ലാവരോടും കൂടിച്ചേരാനുള്ള അവസരം ലഭിക്കും.
അത് ശരിയാണെന്ന് കിരണിനും തോന്നി. ഹാ, ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോ ബില്ല് കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അതുകൊണ്ട് നീ കുറച്ച് സമയത്തിന് ശേഷം ആക്ടിംഗ് തുടങ്ങിക്കോ, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ പരസ്പരം കൈകൾ കൊടുത്ത് ഉറപ്പു നൽകി. ശേഷം അവർ മുറിയിലേക്ക് മടങ്ങി. ഇതെല്ലാം മാറി നിന്ന് കേട്ട ഋഷിൻ മുന്നോട്ട് വന്നു. ഹോ, അപ്പോ അങ്ങനെയാണോ കഥ പോകുന്നത്? അവൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് നേരെ ഹാളിലേക്ക് പോയി. അകത്ത് വന്നപ്പോൾ പൂജ എവിടെയാണെന്ന് കണ്ണുകൊണ്ട് തിരഞ്ഞു. അവളെ കണ്ടുപിടിച്ചതും അവൻ പതിയെ അവളുടെ അടുത്ത് പോയി ഇരുന്നു. ശേഷം അവൾ അറിയാതെ അവളുടെ ബാഗിൽ നിന്നും പേഴ്സും ഫോണും എടുത്തു. പൂജയുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കിരണും ഫ്രണ്ട്സും അവളെ കൊണ്ട് ബില്ലടപ്പിക്കാൻ പ്ലാൻ ചെയ്തതോടെ അത് തടയാൻ വേണ്ടിയാണ് ഋഷിൻ അത് ചെയ്തത്. അവൻ കിരണിനെയും കൂട്ടുകാരെയും നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് കിരൺ സുഹൃത്തുക്കളെ നോക്കി. അവരും അവനോട് തുടങ്ങാൻ ആംഗ്യം കാണിച്ചു. ഉടനെ അവൻ തല കറങ്ങുന്ന പോലെ അഭിനയിച്ചു. അതോടെ അവന്റെ സുഹൃത്തുക്കൾ 2 പേരും പരിഭ്രാന്തരായ പോലെ അഭിനയിച്ചു. സംഗതി കുഴപ്പമില്ല, 3 പേരും നന്നായി അഭിനയിക്കുന്നു. ഇവർക്ക് ഇവിടെ വരുന്നതിന് പകരം വല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയാൽ മതിയായിരുന്നു. അവരുടെ അഭിനയം കണ്ട് ഋഷിൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ കൗതുകത്തോടെ അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോറിൽ മുട്ടി അകത്തേക്ക് ഒരു വെയിറ്റർ വന്നു. എല്ലാവരും ഭക്ഷണം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബില്ലും കൊണ്ട് വന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. മൊത്തം ബില്ലമൗണ്ട് എത്രയാണെന്ന് പറയാമോ? അയാളോട് ഋഷിൻ ചോദിച്ചു. അയാൾ പറഞ്ഞ തുക 5 ലക്ഷത്തിലേറെ ഉണ്ടായിരുന്നു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി. അവരെല്ലാം സമ്പന്നരാണെങ്കിലും ഒരു ദിവസത്തെ, അതും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കാൻ മാത്രം അവർ ഉദാരമതികളല്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ക്ലാസ് റൂമിനെ മൊത്തം കൊണ്ടുവരുമ്പോഴുള്ള ചെലവിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാത്ത കിരണിന്റെ മണ്ടത്തരത്തെക്കുറിച്ച് ആലോചിച്ച് ഋഷിൻ മനസ്സിൽ ചിരിച്ചു. ഒരു ഹോട്ടലിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്തും വാങ്ങി കഴിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും വില കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്യും. അതൊന്നും ഇവന് ചിന്തിക്കാൻ വയ്യേ. എനിക്കറിയില്ല ഇവൻ നാളെ ഒരു സ്റ്റുഡന്റ് ഹെഡായിട്ട് എന്ത് ചെയ്യുമെന്ന്. കിരൺ, അയ്യോ, നിനക്ക് എന്താ പറ്റിയത്? കണ്ണടക്കല്ലേ, ഇവനെന്തോ ഫുഡ് അലർജി ഉണ്ടോന്ന് തോന്നുന്നു. നമുക്കിവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അക്ഷയ് പരമാവധി അഭിനയം നന്നാക്കാൻ ശ്രമിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ബാക്കിയുള്ളവരെല്ലാം അവരെ നോക്കി. ബില്ല് മൊത്തത്തിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ കിരൺ ബോധം കെട്ട് വീണതോടെ ഇനി ആര് പണം നൽകുമെന്നറിയാതെ അവർക്കിടയിൽ കൂക്കുവിളിയും സംസാരവും ഉണ്ടായി. ആ അവസ്ഥയിൽ കിരണിന്റെ ശാരീരികാവസ്ഥ പോലും ആരും ഗവനിച്ചില്ല. അവിടെയുള്ളവർ ഓരോരുത്തരും ഓരോ വിഹിതം നൽകിയാൽ തുക തീർപ്പാക്കാം. പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. അതോടെ കിരണിന്റെ കൂട്ടാളികൾ ഒരാൾ പറഞ്ഞു, ഋഷിൻ, തന്റെ സുപ്രീം VIP കാർഡ് ഉപയോഗിച്ചല്ലേ ഈ മുറി കിട്ടാൻ ഞങ്ങളെ സഹായിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് ഋഷിൻ തന്നെ അടക്കില്ലേ? അത് കേട്ടപ്പോൾ തന്നെ അത് ശരിയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി. ഇങ്ങനെയൊരു കാർഡ് ഉള്ളതുകൊണ്ട് ഈ തുക തീർച്ചയായും അടയ്ക്കാം. അവർ പരസ്പരം സംസാരിച്ചു. അത് കേട്ട് ഋഷിൻ ഉറക്കെ ചിരിച്ചു. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? ഇന്ന് വൈകുന്നേരം മുതൽ ഇതുവരെ നിങ്ങൾ 3 പേരും എന്നെപ്പറ്റി പറ്റുന്നത്ര മോശമായി കളിയാക്കി. നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു തമാശയായിരുന്നു. എന്നിട്ടിപ്പോ നിങ്ങൾക്ക് ഡിന്നറിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ ചെയ്യണോ? എന്റെ കാർഡിൽ നിന്ന് ഞാൻ വെറുതെ പണം നൽകണോ? ഇത് നല്ല കഥ. VIP കസ്റ്റമേഴ്സിന് ഇവിടെ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അതേസമയം അവർ പുറത്തു പോകുമ്പോൾ മൊത്തം പേയ്മെന്റ് തുകയും സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് പോകാനാകൂ. ഇതെല്ലാം കണ്ടുനിന്ന വെയിറ്റർ വിനയത്തോടെ പറഞ്ഞു. അതോടെ ഡൈനിങ് റൂം പൂർണ്ണമായും നിശബ്ദമായി. ആരാണ് ഇത്രയും പണം നൽകാൻ മുന്നോട്ട് വരിക? കിരണിനെ സഹായിക്കാൻ ലാവണ്യയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത്രയും വലിയ തുക ഉടനടി അറേഞ്ച് ചെയ്യാൻ അവൾക്ക് കഴിയില്ല. എല്ലാവരും പരസ്പരം മുഖത്ത് നോക്കി. ഒടുവിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ പൂജ ബില്ലടയ്ക്കാൻ സ്വയം സന്നദ്ധയായി. ഈ പണം അവൾക്ക് വലിയ കാര്യമല്ല. ഓക്കെ, ഇതൊരു പ്രശ്നമല്ല ഫ്രണ്ട്സ്, ഞാൻ ഈ ബില്ല് അടച്ചോളാം, അവൾ പറഞ്ഞുകൊണ്ട് തന്റെ ബാഗ് തുറന്നു. അതിൽ പേഴ്സോ ഫോണോ ഇല്ലെന്ന് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.